മലയാളികൾക്ക് സുപരിചിതയാണ് ആര്യ. ബഡായി ബംഗ്ലാവ് എന്ന ഷോയിലൂടെയാണ് ആര്യ താരമാകുന്നത്. പിന്നാലെ ആര്യ സിനിമയിലുമെത്തി. അവതാരിക എന്ന നിലയിൽ സ്വന്തമായൊരു ഇടം നേടിയിട്ടുണ്ട് ആര്യ. മലയാളത്തിലെ ഏറ്റവും മികച്ച അവതാരകരിൽ ഒരാളാണ് ആര്യയെന്ന് നിസ്സംശയം പറയാം. പിന്നാലെ ബിഗ് ബോസിലും ആര്യ എത്തി. ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും കയ്യടി നേടിയ താരമാണ് ആര്യ. തൻ്റെ വ്യക്തിജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളുടെ ആര്യയ്ക്ക് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. ആദ്യവിവാഹം പിരിഞ്ഞതിനെക്കുറിച്ച് പലപ്പോഴായി ആര്യ തന്നെ സംസാരിച്ചിട്ടുണ്ട്. തന്നെ വിഷാദത്തിലേക്ക് തള്ളിവിട്ട ബ്രേക്കപ്പിനെക്കുറിച്ചും ആര്യ സംസാരിച്ചിട്ടുണ്ട്. ബിഗ് ബോസിന് ശേഷം ആര്യയ്ക്ക് കടുത്ത സൈബർ ആക്രമണവും നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം അതിജീവിക്കാൻ ആര്യയ്ക്ക് സാധിച്ചു. ഒരു കാലത്ത് തന്നെ വിമർശിച്ചവരെ കൊണ്ട് പലരും കൈയടിപ്പിക്കാൻ പിന്നീട് ആര്യയ്ക്ക് സാധിച്ചു. ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയുടെ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു ആര്യ. താരത്തിൻ്റെ വിവാഹത്തെക്കുറിച്ചെല്ലാം ആരാധകർ ചോദ്യങ്ങളുമായി എത്തുന്നുണ്ട്. ഇപ്പോൾ കല്യാണം എന്നായിരുന്നു ഒരാൾക്ക് അറിയേണ്ടത്. പിന്നാലെ ഇയാൾക്ക് മറുപടിയുമായി ആര്യ എത്തി. 2025 എന്നൊക്കെ എൻ്റെ ആഗ്രഹം എന്നായിരുന്നു ആര്യയുടെ മറുപടി. ഇതിനിടെ വരൻ ആരാണെന്ന് അറിയാനും ചിലർ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആര്യ ചെക്കൻ എന്ന ചോദ്യത്തിന് ആര്യ നൽകിയ മറുപടി കിട്ടുമ്പോൾ പറയാം എന്നായിരുന്നു. മറ്റു ചോദ്യങ്ങൾക്കും ആര്യ മറുപടി ചെയ്യുന്നുണ്ട്. കാഞ്ചീവരം തുടങ്ങാനുള്ള മോട്ടിവേഷൻ എന്നായിരുന്നു മറ്റൊരു ചോദ്യം. നിലനിൽപ്പ് എന്നായിരുന്നു ആര്യയുടെ മറുപടി. സർവൈലന്റ് മീഡിയ ഇൻഡസ്ട്രിയ വിശ്വസിക്കാനായില്ല. എനിക്ക് സ്വന്തമായി എന്തെങ്കിലും തുടങ്ങണമെന്നായിരുന്നു എൻ്റെ പാഷനും പട്ടുസാരിയോടുള്ള ഇഷ്ടവുമാണ് എന്നെ കാഞ്ചീവരം തുടങ്ങാൻ പ്രചോദിപ്പിക്കുന്നത് ആര്യ പറയുന്നു. അവർ വിളിച്ചാൽ ഏഷ്യാനെറ്റിൽ പുതിയൊരു ഷോ ചെയ്യണമോ എന്നായിരുന്നു ചോദ്യം. അവർക്ക് ഈ വർഷിപ്പ് തീർച്ചയായും എനിക്ക് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ ഏത് ചാനലിലും വർക്ക് ചെയ്യും. എനിക്ക് ഏഷ്യാനെറ്റിലെ കുറച്ച് ആളുകളുമായി വളരെ വ്യക്തിപരവും ആദരവുപരവുമായ അടുപ്പമുണ്ടായിരുന്നു. പക്ഷേ അവർ ഞങ്ങളുടെ വ്യക്തിഗത ചാനൽ പൊളിറ്റിക്സിനായി തന്നെ വല്ലാതെ നിരാശപ്പെടുത്തി. കുറച്ച് ആളുകളിലാണ് എനിക്ക് നിരാശ, അല്ലാതെ ചാനലിനെക്കുറിച്ച് അതിന് ആര്യ നൽകിയ മറുപടി. പഴയ ബഡായി ബംഗ്ലാവ് ടീമായ മുകേഷ്, പിഷു, അമ്മായി, മനോജ്, ധർമ്മരാജ് തുടങ്ങിയവരെല്ലാം ഇപ്പോഴും അടുപ്പമുണ്ടോ എന്നായിരുന്നു മറ്റൊരു ചോദ്യം. വളരെയധികം